നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ഗൾഫ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ദുബായിലെ റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിനുള്ള ഫീസ് പരിഷ്കരിച്ചു. പുതിയ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിന് ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് നൽകുന്ന ഫീസിന് പുറമെ 810 ദിർഹം RTA നൽകണം. ഇതിൽ ട്രാഫിക് ഫയൽ തുറക്കുന്നതിനുള്ള 200 ദിർഹം, ഗൈഡിംഗിനുള്ള 50 ദിർഹം, ഇന്നോവേഷൻ ആൻഡ് നോളജ് ഇനത്തിൽ 20 ദിർഹം എന്നിവ ഉൾപ്പെടുന്നു. 21 വയസ്സിന് മുകളിലുള്ളവർക്ക് ലൈസൻസ് ഇഷ്യൂ ഫീസായി 300 ദിർഹവും 21 വയസ്സിൽ താഴെയുള്ളവർക്ക് 100 ദിർഹവുമാണ്. ഖത്തർ ആഭ്യന്തര മന്ത്രാലയം സാമ്പത്തിക ക്ലെയിമുകൾക്കായി മെട്രാഷ് 2 എന്ന പുതിയ ആപ്പ് അവതരിപ്പിച്ചു. ഈ ആപ്പ് വഴി ഉപഭോക്താക്കൾക്ക് ഫീസ് നമ്പർ, സ്പോൺസർ ID, എസ്റ്റാബ്ലിഷ്മെന്റ് ID എന്നിവ ഉപയോഗിച്ച് സാമ്പത്തിക ക്ലെയിമുകൾ പരിശോധിക്കാൻ കഴിയും. പിഴകൾ, ഫീസ്, വിമാന ടിക്കറ്റ് നിരക്കുകൾ തുടങ്ങിയവയുൾപ്പെടെയുള്ള ക്ലെയിമുകൾ തിരഞ്ഞെടുത്ത് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പേയ്മെന്റുകൾ നടത്താനും സാധിക്കും. ഇടപാടുകൾ പൂർത്തിയാക്കിയ ശേഷം ഉപഭോക്താക്കൾക്ക് രസീത് ഡൗൺലോഡ് ചെയ്യാനും കഴിയും. ഖത്തറിലെ സൈബർ നിയമത്തിൽ സ്വകാര്യത ലംഘിക്കുന്നവർക്ക് കർശന ശിക്ഷ നൽകുന്നതായി ഭേദഗതി വരുത്തി. പൊതുസ്ഥലങ്ങളിൽ ആളുകളുടെ അനുവാദമില്ലാതെ അവരുടെ ചിത്രങ്ങളോ വീഡിയോകളോ എടുക്കുകയോ ഓൺലൈനിൽ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നത് ഈ നിയമപ്രകാരം കുറ്റകരമാണ്. പുതിയ നിയമം അനുസരിച്ച് ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് 1 ലക്ഷം ഖത്തർ റിയാൽ വരെ പിഴയും 1 വർഷത്തിൽ കുറയാത്ത തടവ് ശിക്ഷയും ലഭിക്കാം. സൗദി അറേബ്യയിൽ വാഹനങ്ങൾ അനാവശ്യമായി ഹോൺ ഉപയോഗിക്കുന്നത് ജനറൽ ട്രാഫിക് വിഭാഗം വിലക്കി. ഹോൺ ഉപയോഗിക്കാൻ അനുമതിയുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഇത് ഉപയോഗിക്കാവൂ. അനാവശ്യമായി ഹോൺ മുഴക്കുന്നവർക്ക് 150 മുതൽ 300 റിയാൽ വരെ പിഴ ലഭിക്കും. ശബ്ദ മലിനീകരണം കുറയ്ക്കുന്നതിനും റോഡ് സുരക്ഷ ഉറപ്പാക്കുന്നതിനും വേണ്ടിയാണ് ഈ നടപടി. മുന്നറിയിപ്പുകൾ നൽകാൻ മാത്രമാണ് ഹോണുകൾ ഉപയോഗിക്കേണ്ടതെന്നും മറ്റുള്ളവരെ അലോസരപ്പെടുത്താതെ റോഡ് ഡ്രൈവിംഗ് നിയമങ്ങൾ പാലിക്കണമെന്നും ജനറൽ ട്രാഫിക് വകുപ്പ് നിർദ്ദേശിക്കുന്നു. ഒമാനിൽ വാഹനങ്ങളിൽ നിന്ന് മാലിന്യം പുറത്തേക്കെറിയുന്നവർക്ക് കനത്ത ശിക്ഷ നൽകുമെന്ന് ഒമാൻ പബ്ലിക് പ്രോസിക്യൂഷൻ മുന്നറിയിപ്പ് നൽകി. ഇത്തരത്തിലുള്ള നിയമലംഘകർക്ക് 300 റിയാൽ പിഴയും 3 മാസം തടവ് ശിക്ഷയും ലഭിക്കും. പൊതുശുചിത്വവും റോഡ് സുരക്ഷയും നിലനിർത്തുന്നതിനാണ് ഈ നടപടി. മാലിന്യങ്ങൾ നിർദ്ദിഷ്ട സ്ഥലങ്ങളിൽ മാത്രമേ നിക്ഷേപിക്കാവൂ എന്ന് അധികാരികൾ ഓർമ്മിപ്പിച്ചു. ഒമാനിലെ എണ്ണ, പ്രകൃതിവാതക മേഖലകളിലെ ചില ജോലികൾക്ക് ലൈസൻസ് നിർബന്ധമാക്കി. തൊഴിൽ മന്ത്രാലയത്തിന്റെ ഈ തീരുമാനം സെപ്റ്റംബർ 1 മുതൽ പ്രാബല്യത്തിൽ വരും. ഈ മേഖലകളിലെ നിലവിലെ ജീവനക്കാർക്കും പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നവർക്കും ലൈസൻസ് ആവശ്യമാണ്. ലൈസൻസ് ഇല്ലാത്തവർക്ക് തൊഴിൽ പെർമിറ്റ് പുതുക്കി നൽകുകയോ പുതിയ വിസ അനുവദിക്കുകയോ ചെയ്യില്ല. തൊഴിൽ വിപണി നിയന്ത്രിക്കാനും തൊഴിലാളികളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും വേണ്ടിയാണ് ഈ തീരുമാനമെടുത്തതെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിൽ ഇടിവ് സംഭവിച്ചതിനെ തുടർന്ന് കുവൈറ്റ് ദിനാറിന്റെ വിനിമയ നിരക്ക് റെക്കോർഡ് ഉയരത്തിലെത്തി. ഒരു കുവൈറ്റ് ദിനാറിന് 287 കൂടുതൽ ഇന്ത്യൻ രൂപയാണ് ഇപ്പോഴത്തെ നിരക്ക്. എണ്ണ കയറ്റുമതിക്കാർക്കിടയിൽ ഡോളറിനുള്ള ആവശ്യം ഉയർന്നതും ഇന്ത്യ-US വാണിജ്യ കരാറിലെ അനിശ്ചിതത്വങ്ങളുമാണ് രൂപയുടെ മൂല്യം ഇടിയാൻ കാരണമായത്. ദുബായിലെ മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചർ തുറന്ന് 3 വർഷത്തിനുള്ളിൽ 4 ദശലക്ഷം സന്ദർശകരെ ആകർഷിച്ചു. 2022 ഫെബ്രുവരി 22-നാണ് മ്യൂസിയം തുറന്നത്. ഭാവി സാങ്കേതിക വിദ്യകളും നഗരാസൂത്രണവും മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കുന്നു. വിജ്ഞാനത്തിന്റെയും സംസ്കാരത്തിന്റെയും സമന്വയമായ മ്യൂസിയം ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികൾ ഏറ്റെടുക്കുന്നുവെന്ന് മ്യൂസിയം ചെയർമാൻ മുഹമ്മദ് അബ്ദുള്ള അൽ ഗർഗാവി പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കായി നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ.